നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. എന്തായാലും അത് കേട്ടപ്പോൾ തന്നെ സന്തോഷമുണ്ട്. ഒന്നാമത്തെ കാരണം, അവർ വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെ റീസൺ നമ്മളാരുമല്ല, അവർ തന്നെയാണ്. കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് ജനങ്ങളോട് കാണിക്കുന്ന ഒരു ഉത്തരവാദിത്തമില്ലായ്മയുണ്ട്. ഒന്ന്, കൃത്യസമയത്ത് പോകാറില്ല. മറ്റൊന്ന്, സുരക്ഷാ വീഴ്ചകൾ. അതുപോലെ തന്നെ മറ്റ് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിനെ കുറിച്ച് 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാരണം അടിയന്തര സാഹചര്യങ്ങളിലൊന്നും തന്നെ ഹോസ്പിറ്റലോ മറ്റു കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അതിൻ്റെ റീസൺ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാരണം ജനങ്ങൾ അതിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അതിനകത്ത് ഒരുപാട് സീറ്റുകൾ വേക്കൻ്റ് ആയിട്ടുണ്ട്. അവർ മറ്റുള്ള വിമാന കമ്പനികളെയാണ് ആശ്രയിക്കുന്നത്. അതിൻ്റെ റീസൺ പ്രധാനമായും അവർ തന്നെയാണ്. കാരണം അവരുടെ ഉത്തരവാദിത്തമില്ലായ്മ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ UAE ആയാലും ഖത്തറായിക്കഴിഞ്ഞാലും ഒമാനിലായിക്കഴിഞ്ഞാലും ഏത് രാഷ്ട്രത്തിലേക്ക് പോകാനായിട്ടും അവരുടെ വിമാന സർവീസുകൾ കൃത്യമായിട്ടുള്ള സമയം പാലിക്കുന്നുണ്ട്. അവർ വാങ്ങുന്ന പൈസയ്ക്ക് കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസും അതിൽ നൽകുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഒരു കുപ്പി വെള്ളം പോലും തരാറില്ല എന്നുള്ളത് അതിൽ യാത്ര ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ തിരുത്താൻ തയ്യാറാകട്ടെ. എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്മുടെ രാജ്യത്തിൻ്റെ പേരുള്ള ഒരു വിമാന കമ്പനിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇൻഡിഗോ ഉണ്ട്. ആ ഇൻഡിഗോയൊക്കെ നല്ല സർവീസാണ് എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്നത്, കൃത്യമായ സമയവും പാലിക്കാറുണ്ട്. പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ത് പറ്റിയെന്നറിയില്ല. കാരണം ഇത്രയും വലിയ സർവീസുകൾ നടത്തുന്നൊരു വിമാന കമ്പനിയാണ്. അവർക്ക് തന്നെ തിരിച്ചു വരാൻ കഴിയുന്നതേ ഉള്ളൂ. അവർ തിരിച്ചു വരട്ടെ, നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു നല്ല സാഹചര്യം അവർ ഉണ്ടാക്കട്ടെ.